നമുക്കിപ്പം മികച്ച നടൻ പൃഥ്വിരാജ് ചേരുന്നു. പൃഥ്വിരാജ്, അഭിനന്ദനങ്ങൾ റിപ്പോർട്ടറിന്റെ. താങ്ക് യു സോ മച്ച്. പൃഥ്വിരാജ്, സിനിമ നന്നായിരുന്നു എന്ന് പറയുന്നത് അതൊരു വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ജനം തിരിച്ചറിഞ്ഞതാണ്, അംഗീകരിച്ചതാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിരിക്കുകയാണ് എൻറ്റയർ ടീം. പൃഥ്വിരാജിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം അതുകൂടി ആയിരിക്കുമല്ലോ, ഒരു ടീം മുഴുവൻ അംഗീകരിക്കപ്പെടുകയാണ്. അയ്യോ, തീർച്ചയായിട്ടും അതെ. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ആ സിനിമയിൽ പ്രവർത്തിച്ച ആർക്ക് എന്ത് അംഗീകാരം കിട്ടിയാലും അത് ആ സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അത് കാര്യം ആ സിനിമ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു വലിയ കാലയളവ്, വർഷങ്ങളോളം ഒരു ടീം ഓഫ് ടെക്നീഷ്യൻസ്, ഒരു ടീം ഓഫ് ആർട്ടിസ്റ്റ് ഒരുമിച്ച് സിംഗിൾ മൈൻഡഡ് ഫോക്കസോട് കൂടി ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ എത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് ബ്ലെസ് ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന അവാർഡ് ആ ഫുൾ ടീമിന് ഈക്വലി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആൻഡ് വി ട്രൂലി മീൻ ഇറ്റ്. കാരണം ഇത് എപ്പോഴും പറയുന്ന ഭംഗിവാക്ക് പോലെയല്ല. കാരണം അതൊരു വലിയ ഗ്രൂപ്പിന്റെ വലിയ പ്രയത്നം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് പിന്നിൽ. ആ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ബ്ലെസ് ചേട്ടൻ ആ സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ. സോ വലിയ സന്തോഷം, വലിയ അഭിമാനം. വലിയ രീതിയിൽ ആ സിനിമ റിലീസായ സമയത്ത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ഒരു വലിയ സ്വീകാര്യത ലഭിച്ചതിന് ശേഷമാണ് ഈ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് ഒരു ഇരട്ടി മധുരം പോലെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നൊരു വലിയ സന്തോഷമുള്ള, അഭിമാനം തോന്നുന്ന ദിവസം തന്നെയാണ്. പൃഥ്വിരാജ്, ഒരു ജീവിച്ച് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ബ്ലസ്സിയെക്കുറിച്ച് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെയൊരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ 2008-ലാണ്. 16 വർഷമൊക്കെ ഒരു സിനിമയ്ക്ക് പിന്നാലെ കൂടുക എന്ന് പറയുന്നത് ഇപ്പോൾ മാറുന്ന കാലത്ത് സാങ്കേതിക വിദ്യയ്ക്കൊപ്പം മാറിക്കൊണ്ടേയിരിക്കുന്ന സിനിമാ ലോകത്തിനൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിനായി അത്രയും സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നമ്മൾ മറ്റുള്ളവർക്കൊന്നും കഴിയുമെന്ന് തോന്നാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു അത്യുദ്ധാനത്തിനുള്ള അംഗീകാരം കൂടിയായി മാറുകയില്ല. അദ്ദേഹത്തിന് മികച്ച സംവിധായകനും ഒപ്പം മികച്ച അവലംബിത തിരക്കഥയ്ക്കും ഒക്കെ പുരസ്കാരം കിട്ടുകയാണ്. തീർച്ചയായിട്ടും അതെ. 2008 ഈ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങിയതിൽ പിന്നെ ബ്ലെസ് ചേട്ടൻ മനസ്സിലുള്ള ഈ സിനിമയെക്കുറിച്ചുള്ള വിഷൻ പലപ്പോഴും പല ആൾക്കാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ബ്ലെസ് ചേട്ടനും എന്നോടും എല്ലാവരും ആ സമയത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് അസാധ്യമാണ് ഈ സ്വപ്നം എന്നാണ്. അപ്പൊ അസാധ്യമായ ഒരു സ്വപ്നം പിന്നീട് സാധ്യമാക്കുകയും അത് മനസ്സിൽ കണ്ട അതേ നിലവാരത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കാരണമായി നിൽക്കുന്നത് ബ്ലെസ്സി എന്ന ഫിൽം മേക്കറിന്റെ ഒരു അതുല്യമായ അർപ്പണബോധം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരു ആദ്യ സിനിമ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പുതുമുഖ സംവിധായകൻ പോലും ആയിരുന്നില്ല. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ഡിമാൻഡിൽ നിൽക്കുന്ന, ഏറ്റവും പ്രശസ്തി ഉള്ള, ഏറ്റവും അന്ന് തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. അങ്ങനെ ഉള്ള ഒരാളാണ് എനിക്ക് അടുത്തത് ഈ സിനിമയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് ആ സിനിമയുടെ പിന്നിൽ 16 വർഷക്കാലം നിന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആടുജീവിതം എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. ഇന്ന് എനിക്ക് ലഭിച്ച അവാർഡ് വരെ ബ്ലെസ് ചേട്ടനാണ് അതിന്റെ ക്രെഡിറ്റ്. പൃഥ്വിരാജ്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി വരുത്തിയ രൂപമാറ്റം കണ്ട് വിഷമം തോന്നിയ ആളുകളിൽ ഒരാളാണ് ഞാനും. അങ്ങനെ ഒരു രൂപമാറ്റം വരുമ്പോൾ താങ്കളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഭാര്യയ്ക്കായാലും മകൾക്കായാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിഷമം, ഇങ്ങനെ മെലിഞ്ഞൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിലെ, അതായത് ശാരീരികമായി പോലും മാറേണ്ടി വന്ന, അതും അത്യധ്വാനം ചെയ്ത് മാറേണ്ടി വന്ന ഒരു സാഹചര്യം, അതിൽ തുടരേണ്ടി വന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ആടുജീവിതത്തിൻ്റെ ഈ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു മൊമെന്റ് വന്നിട്ടുണ്ടാകുമല്ലോ. ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്ന പെയിൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയത്, അതിന് കൃത്യമായി ജനങ്ങളും ഒപ്പം ജൂറിയും ഒരേ രീതിയിൽ താങ്കളിൽ, അതായത് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച്, അല്ലെങ്കിൽ കാതൽ എന്ന സിനിമയിലും ഇതുപോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ മറ്റൊരു തരത്തിലുള്ള ജീവിത മുഹൂർത്തങ്ങളാണ്, 2 തരം ജീവിതങ്ങൾ തമ്മിൽ മാറ്റുരച്ച ഒരു പുരസ്കാരമായാണ് ഇത്തവണത്തെ മികച്ച നടനുള്ള പുരസ്കാരത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് താങ്കൾ അനുഭവിച്ച പെയിനുള്ള ഒരു ആ ഒരു മെറിറ്റിനുള്ള ഒരു പുരസ്കാരമായി കൂടി ഇത് മാറുകയല്ലേ? ആത്യന്തികമായിട്ട് നമ്മൾ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അതിന്റെ ആ സിനിമ അതിന് നമ്മൾ അനുഭവിച്ച പെയിൻ, അല്ലെങ്കിൽ ആ സിനിമ സൃഷ്ടിക്കാനുണ്ടായ കഷ്ടപ്പാടുകൾ, അത് നേരിടേണ്ടി വന്ന തടസ്സങ്ങളൊക്കെ നമുക്കൊരു കൗതുകം പോലെ കഥകളായിട്ട് പറയാം എന്നേ ഉള്ളൂ. പിന്നെ ആ സിനിമ വിലയിരുത്തപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന സിനിമയുടെ നിലവാരം വെച്ച് തന്നെയാണ്. നമ്മുടെ ഭാഗ്യത്തിന് ആടുജീവിതം എന്ന സിനിമ വലിയ രീതിയിൽ ഓഡിയൻസുമായിട്ട് റെസനേറ്റ് ചെയ്യപ്പെട്ടു. അത് ഭയങ്കരമായിട്ട് ആ സിനിമയുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബ്ലെസ് ചേട്ടന് സാധിച്ചു. ആ സിനിമയുടെ ഫ്രെയിമിനുള്ളിൽ നജീബ് എന്ന കഥാപാത്രമായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും എന്റെ പെർഫോമൻസ് ആൾക്കാരിലേക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് ആ ഭാഗ്യമുണ്ടായി.
അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് വളരെ സ്വകാര്യതയിൽ ബ്ലസ്സേട്ടനും ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സങ്കീർണമായ മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ അതൊന്നുമല്ല ഒരു അവാർഡിന് പരിഗണിക്കേണ്ടത്. തീർച്ചയായിട്ടും അവാർഡ് ഇസ് ഐ തിങ്ക് ഇന്നത്തെ അംഗീകാരം എന്ന് പറയുന്നത് ഇസ് പ്യോർലി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതെനിക്ക് ഒരു വ്യത്യാസം പറഞ്ഞതിലുള്ളത്, ഈ കാതൽ എന്ന സിനിമയിൽ മമ്മൂക്കയുമായിട്ട് മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തമാശയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹവുമായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കോമഡിയാണ്. കാരണം അദ്ദേഹത്തിന്റെയൊക്കെ സിനിമകൾ കണ്ട് അദ്ദേഹത്തിന്റെയൊക്കെ പെർഫോമൻസസ് ഒക്കെ കണ്ടു വളർന്നാണ് ഞാനൊക്കെ ഒരു സിനിമയിലോടൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് എന്ന് എനിക്കൊക്കെ തോന്നുന്നത്. ഇന്നും മലയാളത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ തന്നെയാണ്. അപ്പോ ഇന്ന് ഈ അവാർഡ് നിശ്ചയിച്ച ജൂറിക്ക് ഓക്കെ ഈ അവാർഡ് ഇദ്ദേഹത്തിനാണ് കുറച്ചുകൂടെ ഡിസേർവിംഗ് എന്ന് തോന്നി എന്നുള്ളതല്ലാതെ മമ്മൂക്കയുമായിട്ടൊരു മത്സരം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കാതൽ എന്ന സിനിമയുടെ പെർഫോമൻസ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ആ സിനിമ മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ നമുക്ക് ചെയ്ത ഒരുപാട് സിനിമകളിൽ ശരിക്കും ലാൻഡ്മാർക്ക് പെർഫോമൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പൊ അത് എനിക്കിനിയും എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇനിയും വരും ഒരുപാട് വർഷക്കാലത്തേക്ക് ഒരു വലിയ ബേക്കൺ ഓഫ് ഹോപ്പാണ് മമ്മൂക്കയെ പോലുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പൊ എന്നെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെയും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെഗസിയുടെയും ഒക്കെ ഒരു ഭാഗത്തെങ്കിലും എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റും. താങ്കൾ എക്സ്പെരിമെന്റേഷൻസിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പുതിയ കാലത്തിനൊപ്പം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണെന്നാണ് താങ്കളുടെ ചിത്രങ്ങളിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രേക്ഷകരിൽ പലരും ആ അഭിപ്രായം താങ്കളോട് പങ്കുവച്ചിട്ടുണ്ടാകും. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇനി മുന്നോട്ട് താങ്കളെ കാണുന്നത് എവിടെയാണ്? ഇല്ല, ഓരോ സിനിമ ചെയ്യുമ്പോഴും ആത്യന്തികമായിട്ട് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആ സിനിമ ഒരു വലിയ പ്രേക്ഷക സമൂഹവുമായിട്ട് റെസനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. തുറന്നു പറയുകയാണെങ്കിൽ അംഗീകാരങ്ങളൊക്കെ പിന്നീട് ഉള്ള കാര്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വലിയ വിജയമാകണേ എന്നാണ്. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഇതിനോട് വിപരീതമായ ചിന്തകളുള്ള ഫിൽം മേക്കേഴ്സ് ഉണ്ടാകാം, എന്റെ റെസ്പെക്ട് ദാറ്റ്. അപ്പൊ ഇനിയും ആഗ്രഹം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രേക്ഷക സമൂഹം ഏറ്റെടുക്കുന്ന സിനിമകളിൽ ചെയ്യണം. പ്രേക്ഷക സമൂഹത്തിന്റെ കോൺഷ്യൻസിൽ, ഓർമ്മയിൽ ഒരു വലിയ ലൈഫ് സ്പാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമാറ്റിക് ജെംസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പൊ അത്തരം സിനിമകൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന് വേറെ ഒന്നും പ്രവചിക്കാനോ ഒന്നും കഴിയില്ലല്ലോ. ശ്രീ പൃഥ്വിരാജ്, അത് ചോദിക്കാനുള്ള കാരണം, താങ്കൾക്ക് 24 വയസ്സുള്ളപ്പോഴാണ് വാസ്തവത്തിലൂടെ മികച്ച നടനാകുന്നത്. അതിനുശേഷം അന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി താങ്കളാണ്. പിന്നീട് സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ, അതിലെല്ലാം ഒരു ഡിഫറൻറ്റ് പൃഥ്വിരാജിനെ, അത് ഓരോ നടനും നടിയും ആഗ്രഹിക്കുന്നതാണ് തീർച്ചയായും. അപ്പോൾ ആ രീതിയിൽ താങ്കൾ വ്യത്യസ്തമായി താങ്കളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനായി അങ്ങനെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ്. ഇപ്പോൾ 3ാമത്തെ പുരസ്കാരത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. പുരസ്കാരങ്ങൾ എപ്പോഴും നമ്മുടെ കിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു ഉത്തരവാദിത്തം കൂടിയാണ്. സമൂഹത്തിനോടും പ്രേക്ഷകരോടുമുള്ള ആ ഉത്തരവാദിത്തം കൂടുകയല്ലേ പൃഥ്വിരാജിന് ഈ 3ാമത്തെ പുരസ്കാരത്തിലൂടെ? അല്ല, 3ാമത്തെ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. പക്ഷെ തുറന്നു പറയുകയാണെങ്കിൽ ഈ പുരസ്കാരം കാരണം എന്റെ സിനിമയോടുള്ള സമീപനം മാറാൻ പോകുന്നില്ല. ഇത്രയും കാലം ഞാൻ സിനിമയെ സമീപിച്ച രീതികളിലുള്ള എന്തെങ്കിലുമൊക്കെ ശരികൾ കാരണമായിരിക്കുമല്ലോ എനിക്ക് 3 പുരസ്കാരങ്ങൾ കിട്ടിയത്. അപ്പോ ഇനിയും സിനിമയെ അതുപോലെ സമീപിക്കുക എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വേറിട്ട ഫിൽം മേക്കേഴ്സ് നമ്മളിൽ വേറിട്ട കഥാപാത്രങ്ങൾ കാണുക എന്നുള്ളതാണ്. ശരിക്കും അപ്പോഴാണ് നമ്മുടെ പെർഫോമൻസസും നമ്മൾ സ്ക്രീനിൽ തെളിയുന്നതിലൊക്കെ വ്യത്യാസം വരുന്നത്. ഇപ്പൊ നമ്മൾ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും, അവരൊക്കെ ത്രൂ ദി ഇയേഴ്സ്, ഇപ്പൊ 80കൾ മുതൽ ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും വന്ന എഴുത്തുകാരും സംവിധായകരും അവരിൽ കാണുന്നത് പുതിയ പുതിയ കഥാപാത്രങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ ഇന്നും സിഗ്നിഫിക്കന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ ഞാൻ വാസ്തവം ചെയ്തപ്പോൾ പത്മകുമാർ എന്ന സംവിധായകനും ബാബു ജനാർദ്ദൻ എന്ന തിരക്കഥാകൃത്തും എന്നിൽ കണ്ടത് ബാലചന്ദ്രൻ അടിക എന്ന് പറയുന്ന കഥാപാത്രമാണ്. പിന്നീട് ഞാൻ മുംബൈ പോലീസ് ചെയ്യുമ്പോൾ റോഷൻ ആൻഡ്രൂസും സഞ്ജയ് ബോബിയും, അയാളും ഞാനും തമ്മിൽ ചെയ്യുമ്പോൾ ലാൽ ജോസും സഞ്ജയ് ബോബിയും, സെല്ലുലോയിഡ് ചെയ്യുമ്പോൾ കമൽ സാറും എന്നിൽ കണ്ടത് വേറെ 3 കഥാപാത്രങ്ങളാണ്. ബ്ലസ്സേട്ടൻ എന്നിൽ കണ്ടത് നജീവാണ്. അപ്പൊ ഇനിയും വരുന്ന ഫിൽം മേക്കേഴ്സ് എന്നിൽ ഇതുപോലെ വേറിട്ട കഥാപാത്രങ്ങൾ കാണട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ സംവിധായകർ എന്നിൽ വേറെ കഥാപാത്രങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് വേറിട്ട പെർഫോമൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഒരു ആക്ടർക്ക് തന്റെ സോളിറ്റ്യൂഡിൽ ഒറ്റയ്ക്ക് ഒരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാനൊരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് അത് പറയുന്നതിൽ കുറച്ച് അഭംഗി ഉണ്ടായിരിക്കാം. പക്ഷെ
ഒരു ആക്ടറിന്റെ പെർഫോമൻസിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആ സിനിമ ചെയ്യുന്ന സംവിധായകന് കൂടി ഉള്ളതാണ്. തീർച്ചയായും. താങ്ക് യു പൃഥ്വിരാജ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. പൃഥ്വിരാജിന് മാത്രമല്ല ആടുജീവിതത്തിന്റെ മുഴുവൻ സംഘത്തിനുമുള്ള അഭിനന്ദനമാണ് താങ്കളിലൂടെ അറിയിക്കുന്നത്.